Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ആൽമണ്ട്സ് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി 2 കളറിൽ എടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ യെല്ലോ റേസിൻസും ബ്ലാക്ക് റേസിൻസും എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നമുക്ക് ബ്ലാക്ക് റേസിൻസാണ് എടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് നോൺ ആൽക്കഹോളിക് ആയിട്ടല്ലേ ചെയ്യണത്. റമ്മിലും വൈനിലൊന്നും നമ്മളിതിപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കണില്ല. ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണത്. ഞാനിവിടെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണിത്. ഈ ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുസംബി ജ്യൂസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് എടുക്കാം. ഇനി ഇത് നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പം ഞാനിത് 1 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പ്ലം കേക്കിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ആദ്യം മീഡിയം ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രം എടുത്താൽ മതി. പഞ്ചസാര കാരമലൈസ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ നിറം വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഈ ഒരു നിറം വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രമേ നമുക്ക് കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂട് പോകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്ലം കേക്കിലേക്ക് പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട 2 സാധനമാണ് ജാതിക്കട പൊടിയും കറുകപ്പട്ടയുടെ പൊടിയും. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജാതിക്കട പൊടിയും 1/4 ടീസ്പൂൺ കറുകപ്പട്ടയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 നുള്ളും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. മിനിമം 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. പ്ലം കേക്കിന് ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേക ഫ്ലേവർ ഇല്ലേ, അത് കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ ജാതിക്കട പൊടിയും കറുകപ്പട്ടയുടെ പൊടിയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിൽ നിന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സും വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സും ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഓറഞ്ച് ജ്യൂസും നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസ് മാറ്റി വെക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽക്കും ഡ്രൈ നട്ട്സിൽക്കും നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ
നമ്മൾ കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടിയിട്ട് താഴത്തോട്ട് താഴ്ന്നു പോകാതിരിക്കാനും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൊന്തി കിടക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യണത്. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാര പൊടിച്ചതും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്താൽ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട, അഥവാ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് കളറുള്ള ഭാഗത്തേക്ക് ഗ്രേറ്റ് ചെയ്യരുത്. അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തി കലക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നേരത്തെ പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ടീനൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ടീനിൽ ബട്ടറൊക്കെ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ പുരട്ടുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഈ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഇതിൻ്റെ മുകളിൽ
ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്യണ്ട. നമ്മളിത് ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ സോസ് പാൻ ഞാൻ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോസ് പാൻ്റെ ഉള്ളിൽ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് ടീൻ വെച്ചിട്ട് മൂടി വെക്കാം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 40-45 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്കിൻ്റെ ചൂടൊക്കെ പോയപ്പോൾ ഞാൻ അതിലത്തെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.